യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരരെ, നോമ്പുകാല ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന ചോദ്യവുമായി ധനികനായ ഒരു അധികാരി ഈശോയെ സമീപിച്ചപ്പോൾ, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? നല്ലവനായി ദൈവമല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ്റെ ചിന്ത തന്നിൽ നിന്നും സർവ്വനന്മയായ ദൈവത്തെങ്കിലേക്ക് തിരിക്കുകയാണ് ഈശോ ചെയ്യുന്നത്. പ്രമാണങ്ങൾ നിനക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത് എന്നിങ്ങനെ തുടങ്ങുന്ന 5 ദൈവകൽപ്പനകൾ ഈശോ പറയുന്നത് മനുഷ്യരുമായി നാം പാലിക്കേണ്ട നിയമങ്ങൾ തന്നെയാണ്. ഇവയെല്ലാം ചെറുപ്പം മുതലേ താൻ പാലിച്ചിട്ടുണ്ട് എന്ന ആ മനുഷ്യൻ്റെ വെളിപ്പെടുത്തൽ ശ്രവിച്ച ഈശോ അദ്ദേഹത്തിൻ്റെ നിത്യരക്ഷാ പ്രാപ്തിക്കായി തടസ്സമായി നിൽക്കുന്ന സമ്പത്ത് എന്ന കുറവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാനും അങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കാനും പിന്നെ തന്നെ വന്ന് അനുഗമിക്കാനും ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം വ്യസനത്തോടെ നിൽക്കുന്നത് കാണുന്നു. കാരണം അയാൾ വലിയ ധനികനായിരുന്നു. ഇതറിയാമായിരുന്ന ഈശോ സമ്പന്നന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നത് ദുഷ്കരമാണെന്നും ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നത് അതിനേക്കാൾ എളുപ്പമാണെന്നും വ്യക്തമാക്കുന്നു. അത് ശ്രവിച്ച മറ്റുള്ളവരുടെ സംശയത്തിന് നിത്യരക്ഷ പ്രാപിക്കുന്നത് തികച്ചും ദൈവികമായ പ്രവൃത്തിയാണെന്നും അതിന് ദൈവകൃപ കൂടിയേ കഴിയൂ എന്നും ഈശോ വ്യക്തമാക്കിക്കൊണ്ട് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് വെളിപ്പെടുത്തുന്നു. ഇത് ശ്രവിച്ച ശിഷ്യപ്രമുഖനായ പത്രോസ് സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് ഇതാ ഞങ്ങൾ നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുമ്പോൾ, ഈ ലോകത്ത് സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് ദൈവരാജ്യത്തെ പ്രതി സ്വന്തമായവയെല്ലാം ഉപേക്ഷിക്കുന്നവരിൽ ആർക്കും ഈ കാലത്തു തന്നെ അവ അനേകമടങ്ങ് ലഭിക്കുമെന്നും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവൻ പ്രാപിക്കാമെന്നും ഈശോ വെളിപ്പെടുത്തുന്നു. സ്നേഹിതരെ, ഈ ദൈവമാണ് എല്ലാത്തിലും വലിയ സമ്പത്ത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അത്തരമൊരു തിരിച്ചറിവ് മാത്രമേ മറ്റുള്ളവരുമായി നമുക്ക് വിലപ്പെട്ടതെന്ന് നാം ഈ ഭൂമിയിൽ നമുക്ക് വിലപ്പെട്ടതെന്ന് കരുതുന്ന പലതിനെയും നഷ്ടപ്പെടുത്താൻ നമുക്ക് കഴിയുകയുള്ളൂ. മറ്റുള്ളവരുമായി, പ്രത്യേകിച്ച് ദരിദ്രരും അനാഥരുമായി നമുക്കുള്ളവ പങ്കുവയ്ക്കാനുള്ള സന്നദ്ധത നമുക്ക് ഉണ്ടായിരിക്കണം. അപരൻ്റെ കണ്ണീരൊപ്പാനും അവർക്ക് സാന്ത്വനമേകാനും ഈ നോമ്പുകാലം നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിനുള്ള ദൈവകൃപയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.